ഗൈസ് ബാലൻ ഇന്നലെയാണ് ഞാൻ സിനിമ കണ്ടത്. മഴക്കാറുണ്ട്, അല്ല മഴയത്താണ് ഇരിക്കുന്നത്. അപ്പൊ അത് കാരണം ലേറ്റ് ഓറും ഉണ്ടാവില്ല, ക്ഷമിക്കാം. രാഗത്തിൽ പോയിട്ടാണ് ഞാൻ പടം കണ്ടത്. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ മാത്രമായിട്ട് നോക്കിയിട്ട് പറയാനാണെങ്കിൽ ഇതൊരു നൈസ് സ്ക്രിപ്റ്റാണ്, നൈസ് മൂവി. ഇങ്ങനത്തെ ഒരു ഫ്രഷ് കഥ ഇതുവരെയായിട്ടും മോളിവുഡിൽ വന്നിട്ടില്ല. അമ്മ മോൻ ബന്ധമാണ് കാണിക്കണത്. പടത്തിനെ കുറിച്ച് ഇപ്പം ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇപ്പം നല്ല അത്യാവശ്യത്തിന് എല്ലായിടത്തും നല്ല അഭിപ്രായം കിട്ടിയിട്ട് എല്ലാവരും പോയി കാണുന്ന ഒരു സിനിമയാണ്. എന്നെ കുറിച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പടം ഓക്കെയാണ്. ബാക്കിയുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് വർക്കൗട്ടായ പോലെ എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പടം എൻഗേജിങ് ആയിട്ട് ഇരുത്തണം. അതാണ് നല്ല സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം. ഇത് നല്ല സിനിമയല്ല എന്നല്ല പറയണത്, എനിക്ക് വർക്കൗട്ട് ആവണമെങ്കിൽ. എനിക്ക് കുറേ സ്ഥലത്ത് ലാഗ് ഫീൽ ചെയ്തു. പക്ഷെ ഇത് പൊട്ട സിനിമയാന്നല്ല പറയണത്. അമ്മ മോൻ ബന്ധം കുറിച്ചിട്ട് നമ്മൾ വേറെ ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ വേറെ ഇതിനേക്കാൾ വലിയ ഗംഭീര കഥകളുണ്ട്. ഇതേപോലെ ത്യാഗം ചെയ്തിട്ട് ഇതേപോലെയുള്ള കുറെ കഥകൾ ഞാൻ വേറെ സിനിമകൾ കണ്ടിട്ടുള്ളതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഇത് മലയാള സിനിമേനെ വെച്ച ഫ്രഷ് കഥയാണ്. അല്ല, അതാണ് ഞാൻ പറയണത്. അതല്ലാണ്ട് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഫ്രഷ് അല്ല. അത് ഞാൻ അവരെ കുറ്റം പറയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നുന്ന സീനുകൾ വേണം. ഇതിൽ അത്ര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സീൻ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ സാധാരണ ചില പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കരയണതാണ്. ഇപ്പം ഞാൻ വാഴ കണ്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്, പക്ഷെ ഈ സിനിമ കണ്ടിട്ട് ഞാൻ കരഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസ് വ്യത്യാസമാണ്. വാഴേനേക്കാളും ഭയങ്കരമായിട്ടുള്ള ഇമോഷൻസ് ഉള്ള ഒരു സിനിമയാണ്. അമ്മയും മോനും തമ്മിലുള്ള ഇമോഷൻ ഇതിൽ കാണിക്കുമ്പോൾ എനിക്കത് വർക്കൗട്ട് ആയിട്ടില്ല. ഞാൻ ആ സീനിൽ എനിക്കൊരു തരത്തിൽ ഇമോഷണൽ സീന് വന്നിട്ടില്ല, പക്ഷെ ഗൂസ് ബംസ് സീൻസ് വന്നിട്ടുണ്ട്. ക്ലൈമാക്സിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ സീനും ഗംഭീരാണ്. പിന്നെ ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പുള്ള ഒരു സീനും ഉണ്ട്. ഈ രണ്ട് സീനാണ് ഈ സിനിമയിൽ എനിക്ക് രോമാഞ്ചം ഉണ്ടാക്കിയ സീൻ എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം, മേക്കിംഗ് സൈഡ്, സിനിമോട്ടോഗ്രാഫി, ലാൻഡ്സ്കേപ്പ്, ഇവര് ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ എല്ലാം ഒന്നും പറയല്ല. നമുക്ക് ഇതിലൊന്നും കുറ്റം പറയാനായിട്ടില്ല. ഞാൻ എൻഗേജിങ് ആയിട്ടുള്ള കാര്യമാണ് പറയണത്. എന്നെ എൻഗേജിങ് ആയിട്ട് ഇരുത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ എൻ്റെ വീട്ടുകാർക്കും അത്രയും ഈ ആൾക്കാർ പറയണ ഒരു സാധനം കേട്ടിട്ട് നമ്മൾ പോയി പടം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സാധനം നമുക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മസ്റ്റ് വാച്ച് സിനിമയാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മസ്റ്റ് വാച്ച് സിനിമ എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയണത് മസ്റ്റ് വാച്ച്. എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ അത് പറയില്ല. പക്ഷെ കുറേ പേര് സിനിമ കണ്ടിട്ട് ഇറങ്ങി തിയേറ്ററിൽ നിന്ന് പോകുമ്പോൾ കുറേ പേര് കരഞ്ഞിട്ട് പോകണം ഞാൻ കണ്ടു. എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളൊക്കെ കരയുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കരഞ്ഞില്ല. എനിക്ക് ഇമോഷണൽ സീൻ അത്ര ഇമ്പാക്റ്റ് എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. അത്ര ഗംഭീരമായിട്ടുള്ള ഇമോഷൻ സീനൊന്നും ഈ സിനിമയിൽ കാണിച്ചിട്ടില്ല. അത്ര പീക്കിൽ ഉള്ള ഇതിലല്ല പോയിക്കണം. ഭയങ്കര നോർമലായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടാണ് ഇതിലങ്ങനെ ചെയ്തിരിക്കണത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. ഇതൊരു മിസ്റ്ററി, നിഗൂഢതകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് രീതിയിലാണ് സ്ക്രീൻ പ്ലേ പോയിക്കുന്നത്. സ്ക്രിപ്റ്റ് വേറെ ലെവല് മുട്ടുണ്ടാവും, ഒന്നും പറയാനില്ല. എല്ലാ ക്യാരക്ടറും അഭിനയിച്ചൊക്കെ എല്ലാവരും നന്നായിട്ടുണ്ട്. കറക്റ്റ് കാസ്റ്റിംഗ് പക്കയാണ്. അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇപ്പം എല്ലാവർക്കും അറിയണ കേസാണ്. അത് പറഞ്ഞ ഈ സിനിമയുടെ എല്ലാ സൈഡൊക്കെ കൊണ്ട് ഓക്കെയാണ്. പക്ഷെ ഈ സിനിമ കണ്ടിട്ട് നമുക്ക് വിഷ്വലി കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതിനാണ് ഞാൻ പറയണത്. അതെനിക്ക് അത്ര എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല. ക്ലൈമാക്സ് ആ സീനും കൂടിയും അത് ഇല്ലെങ്കിൽ എനിക്ക് പടം ഇഷ്ടാവില്ല, ഉള്ള കാര്യം ഞാൻ പറയാലോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് റിവ്യൂ കാണാണ്ട് പടം പോയി കാണാന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി കണ്ടോ. അതല്ല, നിങ്ങൾക്ക് റിവ്യൂ കണ്ട് പടത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റിവ്യൂ കാണാൻ നല്ലതായിരിക്കും. പിന്നെ എൻ്റെ റിവ്യൂ ഇപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ എല്ലാ കാര്യമാണ് ഞാൻ പറയണത്. ബാക്കി ഇപ്പോൾ പിന്നെ പറയാനായിട്ട് ടോവിനോൻ്റെ ക്യാരക്ടർ അടിപൊളിയുണ്ട്. ടോവിനോ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇതിലൊരു തള്ള അഭിനയിച്ചിട്ടുണ്ട്. അത് ആരെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് കുറച്ച് അറിയണ ആളാണ്, റീലൊക്കെ ചെയ്യണതാണ്, യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആരാന്നുള്ളത്. കണ്ടു കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റി പോവും. കാരണം ഞാനത് കണ്ടപ്പോൾ ഈ കറക്റ്റ് തള്ളേനെ കാസ്റ്റ് ചെയ്തേക്കണ കറക്റ്റാണ് നമുക്ക് തോന്നണ ഒരു സാധനമാണ് നമുക്കത് കാണുമ്പോൾ കിട്ടുക. ടോവിനെ പൊരിച്ചിട്ടുണ്ട്. ക്യാരക്ടറിൽ നിന്ന്
എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ടോവിനോയും പിന്നെ തള്ളേനാണ്. ഈ രണ്ടുപേരിനാണ് എനിക്ക് കൂടുതൽ ഈ സിനിമയിൽ ഇഷ്ടമായിട്ടുള്ളത്. നടി നന്നായിട്ടുണ്ട്, ചെക്കനെ നന്നായിട്ടുണ്ട്, അവൻ്റെ ടീനേജ് കാലത്തുള്ള ചെക്കനും അവരൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പിന്നെ അതേപോലെ ലാലിൻ്റെ മോൻ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടമായി ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഈ തള്ളയുടെ ക്യാരക്ടറും ടോവിനോൻ്റെ ക്യാരക്ടർ അതിലൊരു ആ ഒരു സീൻ ഉണ്ട്, അതും കൂടി ഞാൻ പറയണം കേട്ടോ, അത് ഞാൻ വിട്ടുപോയതാണ്. അതിലൊരു സീൻ ഉണ്ട് ടോവിനോൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ടോവിനോ അത് ബ്രീഫ് ചെയ്യുന്നൊരു സീൻ ഉണ്ട്. എൻ്റെ മോൻ അതൊക്കെ പീക്ക് ലെവലാ. അങ്ങനെ കുറച്ച് പീക്ക് ലെവല് സാധനങ്ങളുണ്ട് ഈ സിനിമയിൽ. അതുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഞാനിത് കുറെ പ്രതീക്ഷിച്ചു ഗൈസ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നെ ഡിസപ്പോയിന്റ് ചെയ്തത്, എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ബാലൻ ഒരു ഫീൽ ഗുഡ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന ബൈ.